എനിക്ക് ടെലിപ്പതിക് എബിലിറ്റി കിട്ടുന്നത് സൈനിധർ ഫോഴ്സിൽ നിന്നുമാണ്. സൈനിധർ ഈസ് ആർ മദർ. ടെലിപ്പതിക് എബിലിറ്റീസ് ഉള്ളവർക്ക് സൈനിധർ സെൻസിറ്റീവ് ന്യൂറോൺസ് കാണും. ഞാനും എലമെന്റും പോലെ ഉള്ളവർ. അങ്ങനെയുള്ളവർക്ക് ഈ ശക്തിയെ ഫീൽ ചെയ്യാനും ഉപയോഗിക്കാനും കഴിയൂ. നമ്മുടെ ചിന്തയും ഇമോഷൻസും എല്ലാം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ ഉണ്ടായ ഒരു പ്യുവർ കോൺഷ്യസ്നസ് ആണ് സൈനിധർ ഫോഴ്സ്. എല്ലാ മനുഷ്യരിലും ഉണ്ടെങ്കിലും നമ്മുടെ സൈനിധർ ന്യൂറോൺസ് വെച്ച് നമുക്ക് ഈ ഫോഴ്സിലേക്ക് ചാനൽ ചെയ്യാൻ കഴിയും. ഒരു വയലറ്റ് ബ്ലൂ നിറത്തിലുള്ള രൂപത്തിലാണ് മനസ്സിനുള്ളിൽ അമ്മയെ കാണാൻ കഴിയുക. എന്നിരുന്നാലും നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അമ്മ പ്രത്യക്ഷപ്പെടും. എലമെന്റാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു തന്നത്. സൈനിധർ ഈസ് എ കോസ്മിക് എനർജി. ഇറ്റ് എക്സിസ്റ്റ് ബിയോണ്ട് എർത്ത് ആൻഡ് സ്പ്രെഡ് അക്രോസ് ദ യൂണിവേഴ്സ്. ഇതിൽ പലതും ചാനൽ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് എലമെന്റ്. ഒരു രഹസ്യം പറയാം. എലമെന്റ്, ഷീ ഈസ് എ കോസ്മിക് ലെവൽ ഗോഡസ്. പലപ്പോഴും എലമെന്റ് ഹോൾ ബാക്ക് ചെയ്യുന്നതും അതുകൊണ്ടാണ്. മീൻ വൈൽ ഞാൻ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നതേ ഉള്ളൂ. സണ്ണി ജോസഫിന്റെ പേരിൽ ലോകപ്രസിദ്ധമായ 2 പ്രബന്ധങ്ങളുണ്ടായിരുന്നതുപോലെ എന്റെ പേരിൽ 2 അബദ്ധങ്ങളുണ്ട്. ഒന്ന് FODN ഉണ്ടാക്കിയ ഷാങ്ഗ്രില തിയറി, അതായത് സോംബി ബൈറ്റിനു ശേഷം എന്റെ ശരീരത്തിലെ RNA യുറാസിൽ ചേഞ്ച് ആയാണ് എനിക്ക് മ്യൂട്ടേഷൻ വന്ന് ഒബ്സ്കറന്റ് ആയത്. അപ്പോൾ ലോകത്ത് ഇതുപോലെ അൺനോൺ ഒബ്സ്കറന്റ് ഉണ്ടാകും എന്നുള്ളതാണ് ഒന്ന്. അതിനായി അവർ പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട്. ദേ മേ ഈവൻ ട്രൈ ടു ക്ലോൺ മീ. രണ്ടാമത്തത് എലമെന്റ് പറഞ്ഞതാണ്. എന്റെ ഓൾട്ടേർഡ് ജെനറ്റിക്സ് കാരണം എനിക്കുണ്ടാകുന്ന ഓഫ് സ്പ്രിംഗ് ഒരു സോംബി ബേബി ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇതെല്ലാവരും ഓർത്തിരിക്കാൻ കാരണം അതല്ല. ഞാനും മരണവും ആ ദിവസം നടന്നതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കേണ്ട എന്ന് തീരുമാനിച്ചെങ്കിലും പിറ്റേ ദിവസമാണ് എലമെന്റ് ഇത് പറയുന്നത്. എന്നാൽ ഇത് കേട്ടിരുന്ന ഷേഹ തമാശയ്ക്ക് എന്റെ ബോഡി മോർട്ടൽ ബോണ്ടിങ്ങിന് പറ്റിയതല്ലെന്നും ചെയ്യുന്ന ആൾ സോംബിയാകാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞു. 16 മണിക്കൂറിൽ. ഇത് കേട്ടിരുന്ന അർണവ് ഉടനെ "ഓ നോ" എന്ന് വിളിച്ചു. ഇത് കേട്ട് എല്ലാവരും ചിരിച്ചു. ആ രഹസ്യം അങ്ങനെ എല്ലാവരും അറിഞ്ഞു. താങ്ക്സ് ടു ഷേഹ. ക്ലാഡുമായിട്ടുള്ള ഫൈറ്റിന് ശേഷം എന്നോട് ദസറ ഹാളിലേക്ക് പോകാനാണ് എലമെന്റ് പറഞ്ഞത്. ഞാനും എഡിയും സഞ്ജനയും തന്നെയാണ് പോയത്. അവിടെ ഗവൺമെന്റിന്റെ ക്വാറന്റൈൻ ഏരിയ വേറെയും ഉണ്ട്. അവിടെ ആളുകൾ താമസമുണ്ട്. വളരെ വലിയ ആർമി സെക്യൂരിറ്റി ഉണ്ട്. എല്ലാ ആഴ്ചയിലും വീക്കെൻഡിനോടടുത്ത് എന്നോട് ക്വാറന്റൈൻ ഏരിയയിൽ കയറാൻ പറയും, ആരും കാണാതെ. പുറത്തുനിന്നും കയറാൻ കഴിയാത്തതുകൊണ്ട് കാണുന്നവർക്ക് ഞാനൊരു സോൾജറാണ് എന്ന് തോന്നിപ്പിച്ച് അവരുടെ മൈൻഡ് ബെൻഡ് ചെയ്താണ് കയറുന്നത്. ടെലിപ്പതിക് ഡിസ്ഗൈസ്. അവിടെ മെലോണി മാൻഷൻ എന്ന കൊട്ടാരം പോലെ തോന്നിപ്പിക്കുന്ന വീട്ടിൻ പടിക്കൽ പോയി ബൊക്കറ്റ് വെച്ചു വരാൻ. കൂടിയൊരു മെസ്സേജും, ഫ്രം യുവർ സിസ്റ്റർ ഇസ. അതു പിന്നീട് ഒരു സെർവന്റ് വന്ന് അകത്തേക്ക് കൊണ്ടുപോകുന്നതും മാറി നിന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെയിരിക്കെ എന്റെ ബേസിലെ മാനസ എന്ന പെൺകുട്ടി ഒരു മെസ്സേജ് ഇന്റർസെപ്റ്റ് ചെയ്തു. അതിന്റെ സോഴ്സ് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും റിസീവറിനെ കിട്ടി. അതൊരു FODN സന്ദേശമായിരുന്നു. ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു: ഫ്ലഡ് 3187 at Twilight's 5th ഖൈം. ഈ മെസ്സേജ് മാനസ മുന്നേ കണ്ടിട്ടുള്ളതായി ഓർത്തെടുത്തു. 3187 എന്ന നമ്പർ ജനസിസിൽ കണ്ടിട്ടുള്ളതായി സഞ്ജനയും ഓർത്തെടുത്തു. 14 വർഷങ്ങൾക്ക് മുമ്പേ 4chan എന്ന ബുള്ളറ്റിൻ ബോർഡ് വെബ്സൈറ്റിൽ ഒരു മിസ്റ്ററി ഇമേജ് വന്നതായി മാനസ ഓർക്കുന്നുണ്ട്. ഫ്ലഡ് പ്രോട്ടോകോൾ എന്ന പേരിൽ ഹാക്കേഴ്സ് ഇതിനെ വിശേഷിപ്പിച്ചിരുന്നു. at Twilight's 5th ഖൈം. അതായത് ഇന്ന് വൈകിട്ട് 5 മണിക്ക് വീണ്ടും ഫ്ലഡ് പ്രോട്ടോകോൾ ഉണ്ടാകുന്നു. എഡി പറഞ്ഞു. ആ ഇന്റർസെപ്റ്റ് ചെയ്ത മെസ്സേജ്, അത് കണ്ടുപിടിച്ചവർക്കായിരിക്കും ഇതറിയാൻ സാധിക്കുക. അവർ അയച്ച ആ മെസ്സേജ് നിങ്ങളുടെ എൻട്രി ടിക്കറ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞു. വി ആർ ഓൾറെഡി ഇൻ ദ ഗെയിം. ഞാൻ സമയം നോക്കി. 4:57 PM. കൃത്യം 5 മണിക്ക് 4chan വെബ്സൈറ്റിൽ ഒരു ഇമേജ് ലിങ്ക് വന്നു. സെൻഡർ ഫ്ലഡ് 3187.